ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായി പോകുന്നത് വിശ്വാസത്തിന്റെ തിരുനട, കാരുണ്യത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ണാർക്കാട് മാതാവിനെ കുറിച്ചാണ്. കോട്ടയം ജില്ലയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദേവാലയം. അതെ, ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന വിശുദ്ധ മർത്താ മറിയം കത്തീഡ്രൽ, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മണ്ണാർക്കാട് പള്ളി. AD 54 മാർ തോമാസ് ശ്ലീഹ വന്നതിനു ശേഷം ഇവിടെ ക്രിസ്ത്യാനികൾ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 1000-ലധികം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ദേവാലയത്തിന്. പണ്ട് പോർച്ചുഗീസുകാർ പള്ളി പിടിച്ചടക്കുവാനായി വന്നപ്പോൾ നമ്മുടെ പൂർവികർ കല്ലും മണ്ണും ചുമന്ന് പള്ളിക്ക് ചുറ്റും വേലി കെട്ടി വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചു എന്ന് ചരിത്രം നമുക്ക് തെളിവ് നൽകുന്നു. ഈ പുണ്യഭൂമിയിൽ സങ്കടവുമായി എത്തുന്നവരെ ആശ്വസിപ്പിക്കാനായി കാത്തു നിൽക്കുന്ന ഒരു അമ്മയുണ്ട്. മണ്ണാർക്കാട് അമ്മയെ ലോക പ്രശസ്തമാക്കുന്നത് സെപ്റ്റംബർ 1 മുതൽ 8 വരെ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായി നടക്കുന്ന 8 നോമ്പ് തന്നെയാണ്. ഈ പുണ്യ ദിവസങ്ങളിലെ 7-ാം ദിവസത്തെ നട തുറക്കൽ ചടങ്ങ് ഏറെ പ്രശസ്തമാണ്. ഈ ദിവസം പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിന്റെയും പുരാതന ചിത്രം വിശ്വാസികൾക്കായി വർഷത്തിലൊരിക്കൽ തുറന്നു കാണിക്കുന്നു. ആ തിരുചിത്രം ദർശിക്കുന്നവയിൽ ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും പൊൻകിരണം നമുക്ക് ദർശിക്കാനാവും. 8-ാം ദിവസത്തെ ഭക്തിസാന്ദ്രമായ റാസയിൽ പങ്കുചേരുവാൻ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകുന്നു. പരീക്ഷാ വിജയത്തിനും രോഗശാന്തിക്കും കുടുംബ സമാധാനത്തിനുമായി ആളുകൾ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നു, അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുന്നു. മണ്ണാർക്കാട് അമ്മയ്ക്ക് നമ്മെ പഠിപ്പിക്കുവാൻ 2 കാര്യങ്ങളുണ്ട്. എല്ലാം ദൈവഹിതത്തിനാവട്ടെ. 2, സങ്കടപ്പെടുന്നവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. അതെ, അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ഓരോ വിശ്വാസികൾക്കും ആശ്വാസത്തിന്റെ മടിത്തട്ടൊരുക്കി അവിടെ അമ്മ കാത്തിരിക്കുന്നു. ഈ ഒരു നിമിഷം നമുക്ക് തീരുമാനമെടുക്കാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ മണ്ണാർക്കാട് അമ്മേ എന്ന് ഉറക്കെ വിളിക്കാം. നമ്മുടെ സങ്കടങ്ങൾ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കാം. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. നന്മയും കരുണയും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ പരസ്പരം സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും മണ്ണാർക്കാട് അമ്മ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.